ഹായ്, ഇറ്റ്സ് മീ സ്മിത. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ഒരു സക്സസ്ഫുള്ളി ടീച്ചർ ആവാം, എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം, എങ്ങനെ സമൂഹത്തിൽ വാല്യൂ ഉള്ള വ്യക്തികളാവാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കൊരു സക്സസ്ഫുള്ളി മോണ്ടിസറി ടീച്ചർ ആവാം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എടുത്ത് സ്കൂളിൽ ജോയിൻ ചെയ്ത് എല്ലാവരും ടീച്ചേഴ്സാണ്. പക്ഷെ എല്ലാവരും സക്സസ്ഫുള്ളി ടീച്ചറാണോ? അല്ല. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സക്സസ്ഫുള്ളി ടീച്ചർ ആവാൻ പറ്റുന്നത്? നമ്മളുടെ ക്ലാസ് റൂമിൽ നമ്മളുടെ മുൻപിലേക്ക് വരുന്ന ഓരോ കുട്ടിയും യുണീക്കാണ്. ആ കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്ത് ആ കുട്ടിക്ക് വേണ്ട പഠനത്തിന് ആ കുട്ടിയെ തയ്യാറാക്കുന്ന ഒരു ടീച്ചർ ആരാണോ ആ ടീച്ചറാണ് സക്സസ്ഫുള്ളി ടീച്ചർ എന്ന് പറയുന്നത്. കുട്ടികളെ ഏത് സമയവും എൻവയോൺമെന്റുമായി മിങ്കിൾ ചെയ്തുകൊണ്ട് വേണം പഠനം നടത്താനായിട്ട്. അതിന് പറ്റുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എന്നും പുറത്തു കൊണ്ടുപോവുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ മോണ്ടിസോറി സിസ്റ്റം അനുസരിച്ച് 5 ഓർഗൻസിനെയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനായി ക്ലാസ് റൂമിനകത്ത് കണ്ടും കേട്ടും രുചിച്ചും മണത്തും ഉള്ള പഠനമാണ് നടക്കുന്നത്. അതിനുള്ള അപ്പാരറ്റസ്, മോണ്ടിസോറി അപ്പാരറ്റസ് ക്ലാസ് റൂമിനകത്തുണ്ട്. ആ അപ്പാരറ്റസിനെ ഏത് രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു, കുട്ടിക്ക് പഠനം ന്യൂ ലേണിംഗ് നടത്താൻ കഴിയുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ ആ കുട്ടിയിലേക്ക് എത്തിക്കാൻ ആ ഒരു മെന്റർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഓരോ ടീച്ചറും എത്രത്തോളം സക്സസ്ഫുള്ളി ടീച്ചർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും സക്സസ്ഫുള്ളി ടീച്ചർ ആവണമെങ്കിൽ കുട്ടികളുടെ യുണീക്കായിട്ടുള്ള അവരുടെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട പഠനം കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഓരോ അധ്യാപികയും ഓരോ ടീച്ചറും ഓരോ മെന്ററും കുട്ടികളുടെ റോൾ മോഡലാണ്. അത്തരത്തിൽ റോൾ മോഡൽ ആവുമ്പോൾ കുട്ടികൾ നമ്മളുടെ ഓരോ ബിഹേവിയറും കണ്ട് പഠിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് സെൽഫ് അവയർനെസ്സോട് കൂടി കുട്ടികളുടെ മുൻപിൽ അവർക്ക് വേണ്ട പഠനം തയ്യാറാക്കി കൊടുക്കാൻ, പഠിക്കാനുള്ള അവസ്ഥ തയ്യാറാക്കി കൊടുക്കാൻ എന്ന് നമുക്ക് കഴിയുന്നു, അന്ന് മുതൽ നമ്മൾ ഒരു സക്സസ്ഫുള്ളി ടീച്ചറാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കും? എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിച്ചവരാണോ? അല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മുടെ ഒരു ചെറിയ ആവശ്യത്തിന് പോലും നമുക്ക് മറ്റുള്ളവരോട് കൈനീട്ടേണ്ട അവസ്ഥയാണ്, അല്ലെ? എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ. ഞാൻ എല്ലാവരുടെ കാര്യവുമല്ല പറയുന്നത്, വളരെ കുറച്ച് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ. എന്നാൽ നമ്മുടെ കയ്യിൽ നമ്മളുടെ കുട്ടികളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ഉണ്ടായാൽ, നമ്മളുടെ പേരൻസിന്റെ ബർത്ത്ഡേ വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് അവരെ കാണാൻ പോകണമെങ്കിൽ ഒക്കെ നമുക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. അത് മാറണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അതിന് നമുക്ക് എന്ത് വേണം? ജോബ് വേണം. കുറഞ്ഞ കാലയളവിൽ നല്ല സർട്ടിഫിക്കറ്റോട് കൂടി ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുത്ത് അതിലൂടെ പഠനം നടത്തി എന്നിട്ടൊരു ജോലി നേടിയെടുത്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഓരോ സ്ത്രീയും ചെയ്യേണ്ടത്. അതിനുള്ള സമയമാണ് നമ്മൾ ഓരോ ദിവസവും കഴിയുന്നതും അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന് തയ്യാറാവണം, മാറാൻ തയ്യാറാവണം. നമ്മൾ മാറാൻ തയ്യാറാവുമ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അതിനനുസരിച്ച് വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജോബിന് തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കും? ബി വർത്തി ഇൻ ദ പ്രസൻസ് ഓഫ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കിട്ടുന്ന വാല്യൂ, റെസ്പെക്റ്റ്, അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? മറ്റുള്ളവരുടെ മുൻപിൽ, നമ്മളുടെ സമൂഹത്തിന്റെ മുൻപിൽ നമുക്കൊരു റെസ്പെക്റ്റ് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? അതിന് ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്, ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ കിട്ടുന്ന ബഹുമാനം എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്ന വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു നല്ല സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്ന വ്യക്തി ആണ് ഒരു ടീച്ചർ. അപ്പോൾ ഒരു ടീച്ചർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ബഹുമാനം എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലിയിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെക്യൂർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് ടീച്ചിങ് ആണ്. കാരണം
മോർണിംഗ് 9 AM ടു ഈവനിങ് 4 PM. ഇതാണ് നമ്മളുടെ ജോലി ടൈം എന്ന് പറയുന്നത്. മറ്റേത് ജോലി എടുത്ത് നോക്കിയാലും ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോലിയിലേക്ക് വരികയും സമൂഹത്തിൽ നമുക്ക് നമ്മളുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ബഹുമാനം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോലി ടീച്ചിങ് ആണ്. അതിനോടൊപ്പം വരുന്ന ഒരു അടുത്തതായിട്ടുള്ള പോയിന്റ് ആണ് എന്ത്? വാട്ട് ഡിറ്റർമൈൻസ് അവർ വാല്യൂ. നമ്മളുടെ വാല്യൂ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്? ഏത് സാഹചര്യത്തിലാണ് നമ്മളുടെ വാല്യൂ കൂടുന്നത്, ഏത് സാഹചര്യത്തിലാണ് നമ്മളുടെ വാല്യൂ കുറയുന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവൈലബിലിറ്റി കൂടുന്നതനുസരിച്ച് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അവൈലബിലിറ്റി കുറയുമ്പോൾ വാല്യൂ കൂടി കൂടി വരും. എന്താണ് അവൈലബിലിറ്റി? ചെറിയൊരു ഉദാഹരണം പറയാം. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമ്മളതിനെ ഒരാവശ്യത്തിന് കിട്ടും എന്നുള്ള തോന്നലാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. എന്ത് പറയുമ്പോഴും നിങ്ങൾ പലർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും. അവളെ വിളിക്കാം, അവളോട് പറയാം, അവൾ ചെയ്യും. ഈ അവൾ 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 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ സമയത്തും നമ്മളെ എപ്പോഴും കിട്ടുമെന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. അവൈലബിലിറ്റി കുറയ്ക്കണം. അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് നമ്മുടെ വാല്യൂ കൂടും. നമ്മുടെ വാല്യൂ കൂടണം. വാല്യൂ കൂടണമെങ്കിൽ അവൈലബിലിറ്റി കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരക്കുള്ളവരാവണം. നമ്മൾ തിരക്കുള്ളവരാവണമെങ്കിൽ നമുക്കൊരു ജോലി വേണം, നമുക്കൊരു ജോബ് വേണം. നമ്മളുടെ അവൈലബിലിറ്റി കുറയുകയും വാല്യൂ കൂടുകയും ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുകയും ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും വാല്യൂ കൂട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം എങ്ങനെ നമുക്ക് ഒരു നല്ല ടീച്ചർ ആവാം, എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം, മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാം, എങ്ങനെ നമ്മുടെ വാല്യൂ നമുക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചെല്ലാമുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഒരു വെബിനാർ നമ്മൾ വെക്കുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക. ഒരു ഫ്രീ വെബിനാറാണ്. അതിൻ്റെ ഗൂഗിൾ ഫോം നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ തരും. അത് നിങ്ങൾ ഫില്ല് ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ വെബിനാർ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.